പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, ഇന്ന് നാം ചിന്തിക്കുന്നത് നാം എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്. പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ട ചിന്ത എന്താണ്? വിശുദ്ധ മാർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 25-ാം തിരുവചനം പറയുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് ക്ഷമിക്കുവിൻ. അപ്പോൾ സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവ് നിങ്ങളോട് ക്ഷമിക്കും. മറ്റുള്ളവരോട് നാം ക്ഷമിക്കുമ്പോഴാണ് നാം അനുഗ്രഹിക്കപ്പെടുന്നത്. നമുക്ക് ആരോടെങ്കിലും ക്ഷമിക്കാനുണ്ടെങ്കിൽ അവരോട് ക്ഷമിച്ചതിന് ശേഷം വേണം നാം പ്രാർത്ഥിക്കുവാൻ. കാരണം ക്ഷമിക്കാത്ത ഹൃദയത്തിൽ നിന്ന് വെറുപ്പും വൈരാഗ്യവും പ്രതികാരചിന്തയും വിദ്വേഷവും അഹങ്കാരവും നിറഞ്ഞ ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥന ഉണ്ടായാൽ ആ പ്രാർത്ഥന ദൈവം സ്വീകരിക്കുകയില്ല. നമ്മുടെ ഹൃദയം ശുദ്ധി ചെയ്ത ശേഷം, പാപമാലിന്യങ്ങളെ മാറ്റിയ ശേഷം, ക്ഷമിക്കാനുള്ളവരോട് ക്ഷമിച്ചതിന് ശേഷം നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾക്ക് വേഗത്തിൽ ഉത്തരം നമുക്ക് ലഭിക്കുന്നതായി അനുഭവപ്പെടും. വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നു, വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. വിദ്വേഷം മൂലം പലരും അശുദ്ധരായി മാറുന്നു. നമ്മുടെ ഹൃദയമാണ് മാറ്റേണ്ടത്. നമ്മുടെ ഹൃദയമാണ് കീറേണ്ടത്, വസ്ത്രമല്ല നാം കീറേണ്ടത്. നമ്മുടെ ഹൃദയത്തിലുള്ള തിന്മകളെ നാം നീക്കം ചെയ്യണം. നമ്മുടെ പ്രതികാര ചിന്തകളും ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥകളും വാശിയും വൈരാഗ്യവും വിദ്വേഷവും എല്ലാം നാം ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് നടന്നാൽ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കുവാനോ അവർക്ക് നന്മകൾ ചെയ്യാനോ നമുക്ക് സാധിക്കുകയില്ല. നാം അങ്ങനെ ജീവിക്കുമ്പോൾ, ഹൃദയത്തിൽ അശുദ്ധി നാം സൂക്ഷിക്കുമ്പോൾ നാം സാത്താന് അവസരം കൊടുക്കുകയാണ് ചെയ്യുന്നത്. ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് അശുദ്ധിയിലേക്കല്ല, വിശുദ്ധിയിലേക്കാണ്. അപ്പോൾ ഹൃദയ വിശുദ്ധി വരുത്തി ആത്മാവിൻ്റെ പ്രചോദനമനുസരിച്ച് ദൈവവചനമനുസരിച്ച് ജീവിക്കുവാനാണ് നാം അനുദിനം പരിശ്രമിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ദൈവം വേഗത്തിൽ ഉത്തരം നൽകും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 33-ൽ യേശു പറയുന്നുണ്ട്, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുവിൻ, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും എന്ന്. അപ്പോൾ എല്ലാവരോടും ക്ഷമിച്ചുകൊണ്ട്, വേദനിപ്പിച്ചവരോട് ക്ഷമിച്ചുകൊണ്ട്, ഹൃദയത്തിൽ വിശുദ്ധി വരുത്തിക്കൊണ്ട്, നിർമ്മലമായൊരു ഹൃദയത്തോടെ ദൈവത്തെ സമീപിക്കുമ്പോഴാണ് നമ്മുടെ പ്രാർത്ഥനകൾക്ക് വേഗത്തിൽ ഉത്തരം ലഭിക്കുന്നത്. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.